5,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് 50 ലക്ഷം കൊടുത്താലും അവൻ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കില്ല. നമ്മൾ കുറച്ച് ആൾക്കാർ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് 10 ഇരട്ടി ആൾക്കാർക്ക് ലോസ് വരും. ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ മാർക്കറ്റ് റാലി മിസ്സാകാതിരിക്കാനായിട്ട് 90% ക്യാപിറ്റലും മ്യൂച്വൽ ഫണ്ടിലായിരിക്കും. ഇൻ കേസ് ഇപ്പോൾ പ്ലഡ് ചെയ്ത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്ന് ഈ ഒരു വർഷം എൻ്റെ PNL നോക്കുമ്പോൾ ഒരു 10% ഡ്രോ ഡൗൺ ആണെന്ന് കരുതും. എന്നാൽ പോലും എനിക്ക് അപ്പോഴത്തെ മ്യൂച്വൽ ഫണ്ട് ഒരു 40% തന്നല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവൻ കാണുകയാണ് അവൻ്റെ മണി ഗ്രോ ചെയ്യുന്നത്. അതെ. ഹായ്, മൈസെൽഫ് അരുൺ, ലിവ്ലോമത്തിലെ മെമ്പറാണ്. ലിവ്ലോമത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പുതിയ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തേക്ക് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് മണി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് കണ്ടന്റ്സ് ആണ്. ഇന്നത്തെ നമ്മുടെ അതിഥി ട്രേഡ് ടോക്സിന്റെ ഫൗണ്ടറും സിഇഒയുമായിട്ടുള്ള സുനിൽ മത്തായിയാണ്. അതുകൂടാണ്ട് തന്നെ നമ്മുടെ കൂടെ വരുൺ ഉണ്ട്. വരുൺ നമ്മുടെ ലിവ്ലോമത്തിന്റെ ഓപ്പറേഷൻ മാനേജറാണ്. അങ്ങനെയാണെങ്കിൽ സുനിലിലേക്ക് തന്നെ പോവാം. എന്താണ് സാർ മാർക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പായിട്ടും അല്ലെങ്കിൽ മാർക്കറ്റിൽ വന്ന സമയത്തേക്കും ഫേസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പുതിയ ആൾ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സാറിന്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്ച്വലി എല്ലാവരും ഇപ്പോൾ പറയുന്നതാണ് ഒരു ബിസിനസ് പോലെ കാണണം, ബിസിനസ് പോലെ കാണണം. ആക്ച്വലി എത്ര ആൾ സ്റ്റോക്ക് മാർക്കറ്റ് ബിസിനസ് പോലെ കാണുന്നുണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ 2017 മുതലാണ് ഒരു ഫുൾ ടൈം ട്രേഡർ ആകുന്നത്. ഞാൻ അന്ന് എനിക്കുണ്ടായിരുന്ന ഒരു സാലറിയുടെ അടുത്തുള്ള ഒരു പ്രോഫിറ്റ് അടുപ്പിച്ച് 2 മാസം കിട്ടിയപ്പോൾ ഞാൻ എന്റെ ജോലി ഉപേക്ഷിച്ച് ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് കടന്നതാണ്. ആക്ച്വലി അത് തെറ്റായിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു. അപ്പോൾ ഇന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാനിപ്പം പറയും, ഒരു 1 ഇയർ കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ടൈം ട്രേഡിങ്ങിലോട്ട് വന്നിരുന്നുവെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സ്ട്രഗിൾ ചെയ്യേണ്ടിയിരുന്നില്ല. കാരണം എന്റെ കുറച്ചുകൂടി സേഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ട്രേഡർക്ക് ആദ്യം ഉണ്ടാകുന്നത് സ്കില്ലാണ് പ്ലസ് നല്ലൊരു ക്യാപിറ്റലാണ്. സ്കില്ലുണ്ട്, ക്യാപിറ്റൽ ഇല്ല, നോ യൂസ്. ക്യാപിറ്റൽ ഉണ്ട്, സ്കില്ലുണ്ട്, അപ്പോൾ നോ യൂസ് ആണ്. അപ്പോ ആക്ച്വലി ഇത് രണ്ടും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒരാൾക്ക് സക്സസ്ഫുൾ ആകാനുള്ള സാധ്യത കഴിയുന്നത്. പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ബിഗിനർ ആദ്യം ചെയ്യേണ്ടത് സ്കിൽ ഉണ്ടാക്കുക. സ്കിൽ ഉണ്ടാക്കുന്ന അതേ സമയത്ത് ആ ക്യാപിറ്റൽ ഉണ്ടാക്കാനായിട്ട് അവന്റെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ മ്യൂച്വൽ ഫണ്ടിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ക്യാപിറ്റൽ കൂടി ഉണ്ടാക്കുക. ചിലപ്പോൾ സ്കിൽ ഉണ്ടാക്കാൻ ചില ആളുകൾക്ക് 6 മാസം കൊണ്ട് പറ്റും, ചില ആളുകൾക്ക് 2 വർഷമൊക്കെ വേണ്ടി വരും. ആ സമയമാകുമ്പോഴേക്കും ഒരു സേഫ് ക്യാപിറ്റൽ എത്തിക്കഴിഞ്ഞാൽ അവനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു പാസീവ് ഇൻകത്തിനോ അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ഇൻകത്തിനോ വേണ്ടി ആശ്രയിക്കാം. ഇതാണ് ഒരു ബിഗിനർ ആക്ച്വലി ചെയ്യേണ്ട കാര്യം. ആദ്യം പല കോഴ്സുകൾക്കും പോകുന്നതിന് പകരമായിട്ട് സ്വന്തമായിട്ട് ക്യാപിറ്റൽ റൈസ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനുള്ള ശ്രമിക്കാനായിട്ട്. അതായത് ക്യാപിറ്റൽ ഇപ്പൊ പലരും ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് SIP പോലും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു സ്റ്റോക്ക് പോലും പർച്ചേസ് ചെയ്യില്ല. കാരണം ട്രേഡ് ചെയ്ത് മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊരു തെറ്റായ ധാരണ പലർക്കും ഉണ്ട്. ട്രേഡിംഗ് ഒരു ഇൻകം ആണെന്നും ഇൻവെസ്റ്റ്മെന്റ് ഒരു വെൽത്ത് ക്രിയേഷൻ ആണെന്നും മനസ്സിലാക്കി വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് ഇപ്പോഴത്തെ ട്രേഡ് ഒരു ചെറിയ ഇൻകം ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, 5,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് 50 ലക്ഷം കൊടുത്താലും അവൻ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കില്ല. അതൊരു സിസ്റ്റം, ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. സ്കില്ലിന്റെ അകത്ത് മണി മാനേജ്മെന്റ്, റിസ്ക് റിവാർഡ്, ഇമോഷൻ കൺട്രോൾ, ഇതെല്ലാം ചേർന്നതാണ് ട്രേഡിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്കിൽ. അതാണ് ആക്ച്വലി ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ ഇപ്പൊ ഒരു ബിഗിനർ മാർക്കറ്റിലോട്ട് വരുമ്പോ ലൈക്ക് ഇപ്പൊ സുനിലിനെ അറിയാം, കുറെ കോഴ്സ് പ്രൊവൈഡേഴ്സ് ഉണ്ട് കേരളത്താണേലും എല്ലായിടത്തും ആണെങ്കിലും. അപ്പൊ ഒരു ബിഗിനറിന് വരുമ്പോ ലൈക്ക് അവര് എന്താണ് ഒരു കോഴ്സ് പ്രൊവൈഡറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? എന്തായിരിക്കും അവര് ഇപ്പൊ ഒരു കോഴ്സ് പ്രൊവൈഡറിന് പോകുമ്പോ അവര് പഠിക്കുമ്പോ അവര് ആ കോഴ്സ് പ്രൊവൈഡറിന് എന്തായിരിക്കും ഒരു ക്വാളിഫിക്കേഷനോ? ഇപ്പൊ ഈ കോഴ്സിനേക്കാൾ കൂടുതൽ ഇപ്പൊ ആലോചിച്ചു, ഞാൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2012-ലാണ്. ആ സമയത്ത് യൂട്യൂബിൽ പോയിട്ട് ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് കിട്ടില്ല. അന്ന് 2012. പക്ഷെ ഇന്ന് പോയിട്ട് ഇൻട്രാഡേ സ്ട്രാറ്റജി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1,00,000 വീഡിയോ കിട്ടും. അപ്പൊ റൈറ്റ് കണ്ടന്റ് എങ്ങനെ ചൂസ് ചെയ്യുന്ന ബിഗിനർ ഒരു സാധ്യതയില്ല. അത് നല്ല കണ്ടന്റ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇതാണ് ഏറ്റവും വലിയൊരു പുതിയതായിട്ട് വരുന്ന ഒരാള് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കണ്ടെത്താൻ ഭയങ്കര പ്രോബ്ലമുണ്ട്. അതിപ്പോ കോഴ്സ് എടുക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി പഠിക്കുന്ന ഒരാളാണെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ബുക്സിലോട്ട് നോക്കുകയാണെങ്കിൽ ബുക്സിലും ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ആർക്കും ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാം എന്നുള്ള അവസ്ഥയിലൊക്കെ എത്തിയതുകൊണ്ട് നല്ലൊരു ബുക്ക് ചൂസ് ചെയ്യാനും വലിയൊരു പ്രോബ്ലമാണ്. ഞാൻ പറയാം, നമ്മളൊരു കോമൺ സെൻസ് ഉപയോഗിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി പ്രോഫിറ്റ്
ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് മിന്നുന്നവരെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന കാര്യം റൈറ്റ് മെന്ററെ ചൂസ് ചെയ്യുക. അത് യൂട്യൂബർ ആണെങ്കിലും ശരി, കോഴ്സ് പ്രൊവൈഡർ ആണെങ്കിലും ശരി, അത് റൈറ്റ് ആണോ എന്ന് 1, 2, 3 മെഷേഴ്സ് വെച്ച് അളന്ന് കുറിച്ച് നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി മെഷേഴ്സ് ഉണ്ട്. ഒന്നാമത് അമ്മ പറയുന്ന കാര്യങ്ങൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം മനസ്സിലാവും. ഇപ്പോ ഡെയിലി 10% പ്രോഫിറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ചു. അത് ഇൻഡസ്ട്രിയെ തന്നെ വഴിതെറ്റിക്കും. ട്രേഡിംഗ് ഒരാളുടെ ലോസ് ആണ് ഒരാളുടെ പ്രോഫിറ്റ് എന്ന് ആദ്യം മനസ്സിലാക്കാം. പലർക്കും അത് അറിയില്ല. സീറോ നെഗറ്റീവ് ബ്രോക്കറിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോ നമ്മൾ കുറച്ച് ആൾക്കാർ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് 10 ഇരട്ടി ആൾക്കാർക്ക് ലോസ് വരും. ഓക്കെ, അപ്പൊ കുറച്ചധികം പേര് അധികം പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ 10 ടൈംസ് അപ്പുറത്ത് ലോസ് വരും. ഇത് പോസിബിൾ അല്ല. വളരെ മൈന്യൂട്ട് ആൾക്കാരാണ് ഹ്യൂജ് വെൽത്ത് ട്രേഡിംഗിൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും അത് പോസിബിൾ ആകുന്ന കാര്യമല്ല. ഒരു മിനിമം റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന ഒരു 10, 20, 30% ഉണ്ടാവും. ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന 1, 2, 3% ആൾക്കാരുണ്ടാവും. ഇതാണ് റിയാലിറ്റി എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ട്രേഡിംഗ് ചൂസ് ചെയ്യുക. അതനുസരിച്ചിട്ടുള്ള മെന്ററിലോട്ട് ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഓപ്ഷൻ ബൈ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഓപ്ഷൻ ബൈയും ഓപ്ഷൻ സെല്ലും അല്ലെങ്കിൽ ഇക്വിറ്റി ആണെങ്കിലും സ്വിംഗ് ആണെങ്കിലും പ്രശ്നങ്ങൾ. ഇൻട്രാഡേ ഒരു ബിഗിനർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇമോഷൻസ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. ഒരാൾ ആദ്യം ഇടാൻ ഓപ്ഷൻ ബൈ ചെയ്താണ് പഠിക്കുന്നത് എന്ന് കരുതുക. അവന് ഒരു മിസ്റ്റേക്ക് ഭയങ്കര ഒരു ഹിറ്റ് ആയിരിക്കും. ഒരു 5 മിസ്റ്റേക്ക് മര്യാദയ്ക്ക് വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ചെയ്യും. ഇപ്പൊ അവനൊരു സ്വിംഗ് ട്രേഡർ ആണെന്ന് വിചാരിക്കും. അവൻ അതേപോലെ ഒരു 10 മിസ്റ്റേക്ക് വന്നാലും അവന് തിരുത്താനുള്ള സമയം സ്വിംഗ് ട്രേഡിങ് കിട്ടും. കിടക്കുകയും ചെയ്യും. വെയിറ്റ് ചെയ്താലും തിരിച്ചു സമയത്ത് ഒരു തെറ്റ് പറ്റിയാലും അവന് തിരുത്താനുള്ള സമയം. ഇക്വിറ്റി ട്രേഡ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും തിരുത്താനുള്ള സമയം കിട്ടും. ഓപ്ഷൻ സെല്ലിംഗ് ആണെങ്കിലും ഈ മിസ്റ്റേക്സ് തിരുത്താനുള്ള ചെറിയ ബ്രേക്കിംഗ് ടൈം കൊടുക്കും. ഓപ്ഷൻ ബൈ അങ്ങനെയൊന്നുമല്ല. തെറ്റ് പറ്റിയ ഇപ്പൊ ഒരു കോൾ എടുക്കുന്നതിന് പകരം പുട്ടെടുത്ത് തീർന്നു ദിവസം തീർന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാവുമ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 3 to 6 months എടുക്കും. ഒരു ഓൺലൈൻ ക്യാപിറ്റൽ അപ്പൊ വർഷമായിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം പോഡ്കാസ്റ്റിലൂടെ പറയുന്നത് എന്നൊരു ക്ലയന്റ് വിളിക്കുക. നല്ലൊരു വ്യക്തിയാണ്. ലോകത്തിന്റെ കോള് വരുന്നു, ഫോൺ കോള് വരുന്നു. 2 ദിവസം ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നു. 90,000 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാണ്. പിന്നെ പുള്ളി പറയുന്നത് ഞാൻ 90,000 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഞാൻ ട്രേഡിംഗ് ഞാൻ ഇന്ത്യ ട്രേഡ് ചെയ്തു ബാങ്ക് നിഫ്റ്റിയിൽ. ഞാൻ ട്രേഡിങ്ങിനെ ഫുൾ ടൈം ഡിസിഷൻ എടുത്തില്ല. അവരെയൊക്കെ നമ്മൾ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? ഇത് 90,000 രൂപ ആദ്യമായിട്ട് കിട്ടിയത് ലക്കാണെന്ന്. ബിസിനസ് ലക്കാണ്. എന്നും ഇത് കിട്ടില്ല പറഞ്ഞ മനസ്സിലാവില്ലേ? 100 റൗണ്ടിൽ പൈസ ഇതിലോട്ട് വരും. ഓപ്ഷൻ ബൈങ് ലക്ക് കാരണം ഉണ്ടാക്കും, കുറെ ഉണ്ടാക്കും. പുള്ളി എന്നിട്ട് കരിയർ വരെ മാറ്റി ഇതിലോട്ട് ഇറങ്ങാന്നുള്ള രീതിയിൽ വന്നു. ഇപ്പൊ എടുത്ത് ഭയങ്കര ലോസ് ഒക്കെ വന്നിട്ട് തിരിച്ച് വീണ്ടും വിളിച്ചു, ഞാൻ തിരിച്ചു പോവാ, കരിയറിലോട്ട് തിരിച്ചു പോവാ എന്നുള്ള രീതിയിൽ. ആക്ച്വലി എന്താ പറയുക, ഇത് എല്ലാവരും ട്രേഡിംഗ് വരുന്നതിന് വേണ്ടിയിട്ടാണ്. പൈസ എല്ലാവരുടെയും വിചാരണ ക്വിക്ക് മണി എന്നുള്ള രീതിയിലാണ്. അതാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. മാറ്റാൻ പറ്റുന്നില്ല. ഇപ്പൊ ട്രേഡിംഗ് അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ. കേരളത്തില് ഒരു കാലത്ത് നല്ല ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ MLM സ്കാംസ്, ബിറ്റ്കോയിൻ സ്കാംസ് ഒക്കെ ഇപ്പോഴും നടക്കുന്നില്ല. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഈസി മണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇതൊന്നും ഇപ്പൊ NSE ഓപ്ഷൻസ് കൺട്രോൾ ചെയ്യും എന്ന് പറയില്ല. കൺട്രോൾ ചെയ്താൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവരെല്ലാം അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള കാശ് കളഞ്ഞിരിക്കും. അപ്പൊ അവർക്ക് റെഗുലേറ്റ് ചെയ്തോ അവരെ കൺട്രോൾ ചെയ്യാനോ പറ്റും ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ
നമ്മൾ ഓരോട് റിയലിസ്റ്റിക് പ്രോഫിറ്റ് ഇത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ എന്നൊക്കെയാണ്. നമ്മൾ ആൽഗോലൊക്കെ നമ്മൾ പറയുമ്പോൾ ഹൈ റിസ്ക് ആണ്, നമുക്കൊരു 15 to 25 ഇടയിൽ മാത്രമേ ഉള്ളൂ റിട്ടേൺ എന്നൊക്കെ പറയുമ്പോൾ പോലും സുനിൽ വളരെ കുറവാണല്ലോ പറയുന്ന സമയത്തേക്ക് കാര്യം ഓരോ ഓപ്ഷൻ ബയേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും 1 ലക്ഷം 2 ലക്ഷം രൂപ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് വേറെ നോക്കുന്നില്ല അവരുടെ ക്യാപിറ്റൽ. അവരാകെ കാണുന്ന 1 ലക്ഷം രൂപ ക്യാപിറ്റൽ, ഒരു പ്രോഫിറ്റ് കാണുന്നു. 10 ദിവസം എടുത്ത് 10 ലക്ഷം ആയി. മാത്രമല്ല കോടിയുടെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാനായിട്ട് കാര്യങ്ങളൊക്കെ ഒരു പുതിയ എന്തോ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് കോൺ ആപ്പുകൾ വരാതിരിക്കാനായിട്ട്, അവരുടെ ലിങ്ക് വരാനായിട്ട്. പക്ഷെ എന്തൊക്കെ ചെയ്താലും ചെയ്യാൻ അറിയുന്നെങ്കിൽ ചെയ്യണം എന്നുള്ളത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ടെക്നോളജിയാണ്. അപ്പോ ഈ സ്ക്രീൻഷോട്ട് കണ്ട് ചാടിയിട്ടൊന്നും ഒരു കാര്യമില്ല. റിസ്ക് ട്രേഡിങ് വളരെ സിമ്പിളാണ്. ആർക്കും വിജയിക്കാം. ഒന്ന് മണി മാനേജ് ചെയ്യാൻ പഠിക്കണം, ഒന്ന് റിസ്ക് റിവാർഡ് ഉണ്ടാവണം, സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കൊടുക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി റിഫൈൻ ചെയ്ത് അതിനൊരു 60% വിൻ റേറ്റ് റിസ്ക് റിവാർഡ് ഉണ്ടെങ്കിൽ ആർക്കും വിജയിക്കും. പിന്നെ ബാക്കി നമ്മുടെ കയ്യിലാണ്. നമ്മള് ഇമോഷനൊന്നും ഇല്ലാതെ ഇമോഷണൽസ് ഒഴിവാക്കാനുള്ള ഒരു വഴിയാണ് ഇപ്പൊ നമ്മുടെ ആൽഗോ ട്രേഡിംഗ് ഇപ്പൊ വന്നിരിക്കുന്നത്. റൂൾ ബേസ്ഡ് ട്രേഡിംഗ്, നമ്മളൊരു കോഡ്, നമ്മുടെ ലോജിക്ക് കോഡ് ചെയ്തിടുക, നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത്. അപ്പൊ ബേസിക്കലി മാർക്കറ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ലോജിക്ക് വെക്കുക, നമ്മുടെ ഇമോഷൻസ് കൂട്ടി വെക്കില്ല. പറയുന്നത് ഇപ്പൊ ആൽഗോ ട്രേഡ്സ് കൂടി കഴിഞ്ഞപ്പോ കൂടുതൽ ആൾക്കാർ ആൽഗോസ് ട്രൈ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോ അവിടെയും അതിന്റെ വിന്നിംഗ് റേറ്റ് കുറയും. അപ്പോ ഏറ്റവും ബെസ്റ്റ് ആൽഗോസ് മാത്രം റിഫൈൻ ചെയ്ത് വരുന്നതാണ്. അപ്പൊ ആൽഗോസ് ചെയ്യുമ്പോൾ ആൽഗോസിൽ നമ്മൾ കൂടുതൽ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ ആർക്കും ചെയ്യാം ആൽഗോ അല്ലെ. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ആൽഗോസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെയും ഇതേ പ്രോബ്ലം ആളുകൾ ഫേസ് ചെയ്യാണ്. ഏത് ആൽഗോ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഒരു 5 വർഷം, ഇപ്പൊ ആൽഗോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷമാവും, ഒരു അടുത്ത ഒരു 3 വർഷം കൂടി കഴിഞ്ഞാലാണ് ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഏതൊക്കെ ആൽഗോസ് NSE പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ 6 മാസം മുമ്പാണ് ഇത്ര ഓർഡേഴ്സിൽ കൂടുതൽ മാർക്കറ്റ് ഓർഡർ പറ്റില്ല. ആൽഗോസിന് അങ്ങനെ വിഷയമാകുമ്പോ ഇത്ര ശതമാനം കൂടുതൽ ഓർഡേഴ്സ് ആൽഗോ പാടില്ല എന്നുള്ള റിസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന് തുടങ്ങി. അപ്പൊ NSEക്ക് മനസ്സിലാക്കി ഇതിന് പോയാൽ ശരിയാവില്ല, എല്ലാവരും ആളുകളിലോട്ട് വന്നാൽ ശരിയാവില്ല എന്നുള്ളത്. ജിം സൈമൺ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഹെഡ്ജ് ഫണ്ട്. അപ്പം ആ ഹെഡ്ജ് ഫണ്ടിന്റെ ആവറേജ് റിട്ടേൺ 30% മുകളിലാണ്. പക്ഷെ റീറ്റെയിലേഴ്സ് ആ ഫണ്ടിൽ എപ്പോഴും ലോസ് ആണ് മേക്ക് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ 80% റിട്ടേൺ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് കണ്ടിട്ടാണ് റീറ്റെയിലേഴ്സ് ആ ഫണ്ടിൽ കൊണ്ടുപോയി പൈസ ഇടുക. പിന്നത്തെ 2 വർഷം എന്ത് കിട്ടും? ആ ഫണ്ട് നെഗറ്റീവ് റിട്ടേണോ അല്ലെങ്കിൽ 5% റിട്ടേണോ കൊടുക്കും. ഇത് കാണുമ്പോൾ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും? അതിൽ നിന്ന് എക്സിറ്റ് അടിക്കും, ലോസ് ബുക്ക് ചെയ്ത് എക്സിറ്റ് അടിക്കും. പിന്നത്തെ വർഷം വീണ്ടും അതൊരു 40% 50% റിട്ടേൺ ജനറേറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും റീറ്റെയിലേഴ്സ് വരും. ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തും നടക്കുന്നത്. ഇപ്പോൾ ഒരു ആൽഗോ ചൂസ് ചെയ്തു, എ എന്ന് പറയുന്ന ആൽഗോ ചൂസ് ചെയ്തു, അത് പ്രോഫിറ്റ് കണ്ടിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഈ 2 മാസം ചിലപ്പോൾ ആൽഗോയിൽ ചെറിയ ഡ്രോ ഡൗൺ ആയിരിക്കും. അപ്പോൾ തന്നെ എക്സിറ്റ് അടിച്ച് ബി എന്ന് പറയുന്ന ആൽഗോന്റെ പിന്നാലെ പോകും. എല്ലാത്തിനും ഡ്രോ ഡൗൺ മാത്രം അക്സെപ്റ്റ്. ഒരു സ്ട്രാറ്റജി എന്താണെന്നും അതിൻ്റെ സൈക്കിൾസ് എന്താണെന്നും റീറ്റെയിലേഴ്സ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അങ്ങനെ മനസ്സിലാക്കുന്ന നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവർ മാർക്കറ്റിൽ മണി മേക്ക് ചെയ്യും. അതേഴ്സ് ഇനി ആൽഗോ അല്ല, ഇനി എന്ത് വെച്ചാലും അവർ 2 മാസം 1 മാസം ഒക്കെ മാത്രം നിന്നുകൊണ്ട് ചുമ്മാ എക്സിറ്റ് അടിച്ച് പോയി എല്ലാ ആൽഗോസിനും ലോസ് എടുക്കുന്ന ഒരു കാറ്റഗറി ആളുകളുണ്ട്. പിന്നെ ജോലിയുടെ ഇടയ്ക്ക് ചെയ്യുമ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാസീവ് ഇൻകത്തിന് വേണ്ടി ഉപയോഗിക്കാം. ടൂൾസ് ഉണ്ടല്ലോ ഇപ്പൊ സോഫ്റ്റ്വെയർ, ഇപ്പൊ നമുക്കായിട്ട് തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ബേസിക്കലി ആർക്കാണെങ്കിലും ഒരു ലോജിക്, ഇപ്പൊ ഒരു സ്ട്രാഡിലോ ഒരു സ്ട്രാങ്കഡോ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ലെഗ്സ് വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ തുടങ്ങി. അതപ്പോൾ ഒരു തേർഡ് പാർട്ടി പ്രൊവൈഡറിന്റെ അടുത്ത് അവർക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ പ്ലാറ്റ്ഫോമിൽ അവർക്ക് ഒരു ലോജിക് ഉണ്ടെങ്കിൽ അത് ഓട്ടോമേറ്റ് ചെയ്ത് ബേസിക്കലി ടൈം സേവ് ചെയ്യും. ഇപ്പൊ ഒരാൾക്ക് മാർക്കറ്റിൽ ചാർട്ട് നോക്കി ടൈം സ്പെൻഡ് ചെയ്യാനില്ലെങ്കിൽ നമുക്കത് ഓട്ടോമേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ആണ് ഇപ്പൊ കാര്യം. ഇപ്പോൾ ആൽഗോസിൽ എല്ലാവരും നല്ല രീതിയിലുള്ള റിസർച്ച് വരുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു NSC എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് അതിൻ്റെ അകത്ത് കൊണ്ടുവരുമായിരിക്കും, എന്തെങ്കിലും എക്സാംസോ അല്ലെങ്കിൽ എനിക്ക് വന്നത് പ്ലാറ്റ്ഫോംസിൽ പേപ്പർ ട്രേഡിംഗ് അലോ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് Latest ആയിട്ട് കാരണം പലരും ആ പേരും പറഞ്ഞ് ഒത്തിരി മാർക്കറ്റ് ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പേപ്പർ ട്രേഡിംഗ് വേണമായിരുന്നു തോന്നുന്നു വെച്ചിട്ടല്ലേ പഠിക്കുന്നത്. ചെയ്ത അതാണ് നിരോധിച്ചത്. അല്ല, ബിഗിനേഴ്സ് എഫിന്റെ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്തേക്ക് അവരെ ക്യാഷ് ബേൺ ചെയ്യാതെ പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു മാർഗ്ഗം അത് തന്നെയായിരുന്നു, പേപ്പർ ട്രേഡിംഗ് തന്നെയായിരുന്നു. ബട്ട് അത് ഇവർ യൂസ് ചെയ്യുന്ന വേറൊരു രീതിക്കാണ്. പക്ഷെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പറയുന്നു, സ്വന്തമായിട്ടുള്ള ഹാർഡ് ആൻഡ് മണി കളയാണ്ട് നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ള രീതിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു അതൊക്കെ. ഇത് ഇപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ സ്റ്റോക്കിൽ കുറേ നാൾ ചെയ്തു, പ്രോഫിറ്റ് ഉണ്ടാക്കി, ഇനി അടുത്ത് ഞാൻ F&O ചെയ്തേ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ ആക്ച്വലി നേരെ തിരിച്ചല്ലേ, ഇൻട്രാഡേ ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ സ്വിങ്ങൊക്കെ ചെയ്ത് കുറേ കാശുണ്ടായി കഴിയുമ്പോൾ അവർ ഏസ് ഇൻവെസ്റ്റേഴ്സ് പോലെ മന്തിൽ മാത്രമാവുള്ളൂ. നമ്മുടെ ഇവിടെ നേരെ തിരിച്ചാണ്, കുറച്ചാൾ ഇക്വിറ്റിയിലും സ്വിങ്ങൊക്കെ ചെയ്ത് ക്യാപിറ്റലിൽ ഉണ്ടായി കഴിയുമ്പോൾ എങ്കിൽ ഇനി ഒന്ന് F&O പരീക്ഷിക്കാം. അല്ല, നേരെ തിരിച്ചുള്ള ഐറ്റം ആൾക്കാരുണ്ട്. നേരെ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഷോർട്സും ബാച്ചിക്കാരെല്ലാം കണ്ടിട്ട് നേരെ ഓപ്ഷൻ ബൈങ്ങിലേക്ക് പോകും. അവിടെ നിന്ന് ലോസ് ഒക്കെ കണ്ട് പിന്നെ വേറെ കോഴ്സുകൾ അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോസ് പരിതാപകരമായിട്ടുള്ള ലോസ് ആയിരിക്കും, ഒരു രക്ഷയില്ലാത്ത ലോസ് മേക്കുന്നുണ്ട്. വീട്ടിൽ പറയാൻ പറ്റുന്ന ആരോടും പറയാൻ പറ്റാത്ത രീതിക്കുള്ള ലോസുകളൊക്കെ വന്നതിന് ശേഷം നേരെ തിരിച്ചു വരുന്നു. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു കാര്യം മിസ് ഔട്ട് ചെയ്യുന്നു. ഇങ്ങനെ പറയില്ലേ, ഇങ്ങനെ പറയുന്ന ആൾക്കാരില്ലേ, ഓ പണ്ട് ടാറ്റ മോട്ടോഴ്സ് ഞാൻ 100 രൂപ ഇപ്പോഴും വാങ്ങിക്കാറില്ല, ഇപ്പോഴും മേടിക്കില്ല. അതാണ് രസം. ITC ഇപ്പോഴും 400 എന്നാൽ ഇന്നും വാങ്ങിക്കാറില്ല. ഇപ്പോൾ ഞാനൊക്കെ ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ മാർക്കറ്റ് റാലി മിസ്സാകാതിരിക്കാനായിട്ട് 90% ക്യാപിറ്റലും മ്യൂച്വൽ ഫണ്ടിലായിരിക്കും പ്ലഡ് ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ പ്ലഡ് ചെയ്ത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്ന് ഈ ഒരു വർഷം എൻ്റെ P&L നോക്കുമ്പോൾ ഒരു 10% ഡ്രോ ഡൗൺ ആണെന്ന് കരുതും, എന്നാൽ പോലും എനിക്ക് അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഒരു 40% തന്നല്ല ഉറപ്പായിട്ടും തരും ഉള്ളതും നല്ലതാണ്. അപ്പോൾ റാലി മിസ്സായി എന്നുള്ളൊരു സങ്കടവും ഇല്ല, ട്രേഡ് ചെയ്തതിന് 1% കിട്ടിയുള്ളെങ്കിൽ ഐ എം ഹാപ്പി എന്നുള്ളതാണ്. അപ്പോൾ വെൽത്ത് ക്രിയേഷൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ട്രേഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് തന്നെ വീണ്ടും 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 നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരെയും. പുതിയൊരാൾ വരുമ്പോൾ അവൻ ട്രേഡ് ചെയ്തെങ്കിലെങ്കിലും കുഴപ്പമില്ല, ഒരു മാസത്തിൽ 100 രൂപയെങ്കിലും എന്തെങ്കിലും ETF ഇട്ട് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സിന് കൊടുക്കുന്നതിനേക്കാൾ. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവൻ കാണുകയാണ് അവൻ്റെ മണി ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ അവന് കൊള്ളാലോ ഈ പരിപാടി, എങ്കിൽ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് നടക്കുന്ന തിരിച്ചാണ് കിട്ടിയല്ലോ എടുക്കാം. ഇപ്പോൾ 2008, 2013, 2017 ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഡയറ്റ് ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് റിഫൈൻഡ് ആയി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പലരും കറക്ഷൻ കിട്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പൈസയായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മാർക്കറ്റ് ഒരു ബിയറിഷ് ട്രെൻഡിലോട്ട് പോവുകയാണെങ്കിൽ 4 to 7 days 0.2 എങ്കിലും മൈനസ് ആകുന്ന വോളിയം ഇൻക്രീസ് ആയി വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ഡേയ്സ് ഉണ്ടാകും, എന്നിട്ടേ മാർക്കറ്റ് ബിയറിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്.